Dear students, last ഒരു വീഡിയോ പ്രോഗ്രാമിംഗ് സെഷനെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഡേറ്റ ഫ്ലോ മോഡലിംഗിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം പറഞ്ഞത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാനിത് ഗേറ്റ് ലെവൽ മോഡലിംഗിനെ പറ്റിയിട്ടാണ് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് റാൻഡം നമുക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാം എടുത്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാഫ് ഓർഡർ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാഫ് ഓർഡറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഹാഫ് ഓർഡറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് കോഡിംഗ് മാത്രം നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇതാണ്, നമ്മുടെ ഹാഫ് ഓർഡറിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് എന്തുണ്ട്, ഒരു എക്സോറും ഒരു ആൻഡ് ഗേറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രക്ചറൽ മോഡലിംഗ് അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ കേസ് ലൈബ്രറീസും കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നതൊക്കെ പഴയതുപോലെ തന്നെ, പക്ഷെ നമ്മൾ അതിനകത്ത് വാല്യൂ അസൈൻ ചെയ്യുന്നത് കമ്പോണന്റ് ബൈ കമ്പോണന്റ് ആയിട്ടായിരിക്കും ഏതിൽ നമ്മൾ ചെയ്യുന്നത്, സ്ട്രക്ചറൽ മോഡലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. ഞാൻ എന്റെ വീഡിയോ ഇതിന് മുന്നേ കണ്ട് ആ കോഡിങ്ങും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ഇൻപുട്സ് ഡിഫൈൻ ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്. ഓക്കെ, ഇനി എന്താണ്, നമുക്കറിയാം ഒരു എക്സോറിന്റെ ഒരു ഹാഫ് ഓർഡറിന്റെ ഇൻപുട്ടിലെ എയും ബിയും സം, ഔട്ട്പുട്ടിലെ സമ്മും ക്യാരിയും, അതിനെ എസും സി എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഇനി സം ഏത് ഗേറ്റ് വഴിയാണ് കിട്ടുന്നത്, എക്സോർ വഴിയല്ലേ. സോ നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആ എക്സോർ കമ്പോണന്റിനെ കമ്പോണന്റ് ആ ഗേറ്റ് എന്താണോ അതേ പേര് വെച്ച് എക്സോർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനൊരു ലേബൽ കൊടുത്തു. ആ ലേബൽ ആണ് എന്ത്, x1 ഓഫ് അതിന്റെ ഔട്ട്പുട്ട് കോമ ഇൻപുട്ട്. ഓക്കെ, സെമികോളൻ. രണ്ടാമത് അടുത്ത കമ്പോണന്റ് എന്താണ്, ആൻഡ്. സോ അതിനൊരു ലേബൽ a1 ഓഫ് ഔട്ട്പുട്ട് കോമ ഇൻപുട്ട്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് ചെയ്താലോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രോജക്റ്റ് പുതിയത് ഓപ്പൺ ചെയ്യുന്നില്ല. ആ പ്രോജക്റ്റിൽ ഞാൻ എന്ത് ചെയ്യുക, പുതിയൊരു സോഴ്സ് ആഡ് ചെയ്യുകയാണ്. സോ ചെയ്യേണ്ട പ്രൊസീജിയർ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഞാൻ അത് ഫർദർ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അപ്പൊ ഇത് ഹാഫ് ഓർഡർ അണ്ടർസ്കോർ നമ്മൾ ഏത് മോഡലിംഗിലാണ്, ഗേറ്റ് ലെവൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ മോഡലിംഗ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു ലേബൽ ഞാൻ കൊടുത്തു. എന്നിട്ട് ഇതെന്താണ്, എ ഇൻപുട്ട്, ബി ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്താണ് സമ്മ്, പിന്നെന്താണ് ക്യാരി. സോ വി ഹാവ് ടു റീനെയിം ഇറ്റ് ആസ് ഔട്ട്പുട്ട്. ഓക്കെ, സം ക്യാരി ഔട്ട്പുട്ട്. സോ വി ഹാവ് ടു ഗോ നെക്സ്റ്റ് ആൻഡ് thereafter finish it. So you will get a page like this, window like this. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്തേക്ക് ഡിഫൈൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതിനകത്ത് ഒരു എക്സോർ ഉണ്ട്. സോ എക്സോർ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. എക്സോറിന്റെ ആ നെയിം തന്നെ കൊടുത്തു, കമ്പോണന്റ് നെയിം അതാണ് എക്സോർ ആണ്. ഓക്കെ, ഇനി ലേബിൾ കൊടുക്കുകയാണ് x1 ഓഫ് എന്താണ്, x1ന്റെ എക്സോറിന്റെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്, സമ്മ്. ഓക്കെ, കോമ ഏതൊക്കെയാണ് ഇൻപുട്ട്, എയും ബിയും. ഓക്കെ, സെമികോളൻ. രണ്ടാമത്തെ എന്താണ്, നമുക്ക് രണ്ടാമത്തെ വന്നിട്ട് ആൻഡ് അല്ലേ, ആൻഡ് എന്റർ a1 ഓഫ് എന്താണ് ഔട്ട്പുട്ട്, സി എ കോമ എ കോമ ബി. ശരിയല്ലേ? അപ്പോ ഈ ആൻഡിന്റെ കമ്പോണന്റ് കാണുമ്പോഴേ അതിന് മനസ്സിലാവും ഇതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്, ആൻഡ് ഓപ്പറേഷൻ എന്ന് അവർക്ക് ക്ലിയർ ആവും. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇംപ്ലിമെന്റേഷൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്നത് ഹാഫ് ഓർഡർ അണ്ടർസ്കോർ ഗേറ്റ് ലെവൽ ആണ്. അത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാണ്. ഓക്കെ, അപ്പൊ ഇംപ്ലിമെന്റേഷൻ ആണ് കിടക്കുന്നത്. വി നീഡ് ടു ചെക്ക് ദ സിന്റാക്സ്. അപ്പൊ സിന്റാക്സ് ചെക്ക് ചെയ്യാം. ബിഫോർ ദാറ്റ് യു ഹാവ് ടു സേവ് ദ ഫയൽ. ഓക്കെ, അത് സിന്റാക്സ് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറോസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പൊ നമുക്ക് നോക്കാം, എറർ വരും. എന്താണെന്നറിയാമോ, ഞാനിവിടെ ഒരു സെമികോളൻ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കണം, സെമികോളൻ കൊടുത്തു. Again you have to check the syntax. സേവ് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ട് സിന്റാക്സ് ചെക്ക് ചെയ്യാം. ഇനി എക്സിക്യൂട്ട് ആവുമായിരിക്കും. ഓക്കെ, സക്സീഡഡ് കാണിച്ചു. ഇനി എന്ത് ചെയ്യാം, അതിനെ ബിഹേവിയറൽ സിമുലേഷൻ എടുത്തതിന് ശേഷം again we need to ഇത് ചെക്ക് ചെയ്യാം. ഇത് തന്നെയാണോ
ഫയൽ തന്നെയാണോ ചൂസ് ആണോ നോക്കുക, എന്നിട്ട് സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് സിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മോഡൽ സിമിന്റെ വിൻഡോ കയറി വരും. അപ്പൊ നമുക്ക് നോക്കാം ഔട്ട്പുട്ട് ശരിയാണോ നോക്കാം. ഔട്ട്പുട്ട് ശരിയാണെങ്കിൽ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ എഴുതിയ കോഡും ശരിയാണ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഓപ്പൺ ആയി വരട്ടെ. ശരി, സമയം എടുക്കും, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്സ് എന്ത് ചെയ്യാം, ഫോഴ്സ് ചെയ്യാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വേവ് ഫോം വന്നിട്ടില്ല അല്ലേ. അപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒന്നും കൂടി സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിനകത്ത് രണ്ട് വേവ് ഫോം ഓപ്പൺ ആയി കിടന്നിരുന്നു, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. ഞാൻ ഇവിടെ നോക്കുമ്പോൾ രണ്ടെണ്ണം ഓപ്പൺ ആയി കിടന്നിരുന്നു. നമുക്കത് രണ്ടും ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി സിമുലേറ്റ് ചെയ്യാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ മോഡൽസും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വിൻഡോസ് അവിടെ നേരത്തെ നമ്മൾ ക്ലോസ് ചെയ്യാതെ വിട്ടുപോയി കഴിഞ്ഞാലേ അപ്പോ ചിലപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് ഏതാന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് നമുക്ക് ഇൻപുട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് വന്നു. അപ്പൊ എന്തായിരുന്നു പ്രശ്നം, നേരത്തെ ഒന്നിൽ കൂടുതൽ വിൻഡോ കിടപ്പുണ്ടായിരുന്നു, നമുക്കത് ഏതാന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഇവിടെ ആയി, പക്ഷെ ഇതും വന്നു, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഹാഫ് ഓർഡർ അല്ലേ, അപ്പൊ നമ്മൾ ഫോഴ്സ് ചെയ്ത് ആദ്യം 0 കൊടുക്കുക, ഡ്രൈവ്. ഓക്കെ, ബിയിൽ നമ്മൾ 0 കൊടുക്കുക, 0 0 കണ്ടീഷൻ. ട്രൂ ടേബിൾ അറിയാലോ നിങ്ങൾക്ക്, ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ 0 0 കണ്ടീഷൻ ഔട്ട്പുട്ട് എന്തായി, എന്താണ്, സമം ക്യാരി 0 ആണ് അല്ലേ, ഇത് സമം ഇത് ക്യാരി. അപ്പൊ ഇനി ഞാൻ എന്താ കൊടുക്കുന്നത്, 0 1 കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇത് 1 കൊടുത്തു, ഡ്രൈവ് ഓക്കെ കൊടുത്തു, റൺ ചെയ്യാം. 0 1 കണ്ടീഷനിൽ സം 1 ക്യാരി 0 അല്ലേ. ഞാൻ 1 1 കണ്ടീഷൻ കൊടുക്കാം, കാരണം എനിക്ക് അല്ലെങ്കിൽ രണ്ട് വാല്യൂ ചേഞ്ച് ചെയ്യണം. അപ്പൊ 1 1 കണ്ടീഷൻ കൊടുത്തു. 1 1 കണ്ടീഷൻ കൊടുത്തപ്പം എന്ത് കിട്ടി നിങ്ങൾക്ക് ഔട്ട്പുട്ട് നോക്കാം. 1 1 സം 0യും ക്യാരി 1 കിട്ടി അല്ലേ, കറക്റ്റ് ആണല്ലോ. അപ്പൊ അടുത്തത് 1 0 കണ്ടീഷൻ. 1 0 കണ്ടീഷനിൽ സം 1 ക്യാരി 0യും കിട്ടണം അല്ലേ, കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഹാഫ് ഓർഡർ നമ്മൾ സിമുലേറ്റ് ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയല്ലോ, നമുക്ക് ഗേറ്റ് ലെവൽ മോഡലിംഗിൽ നമുക്ക് എങ്ങനെയാണ് ഹാഫ് ഓർഡർ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് അടുത്ത പ്രോഗ്രാമും കൂടി ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് സബ്ട്രാക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതാണ് ഒരു ഹാഫ് സബ്ട്രാക്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്കറിയാം, അതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാലോ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോഡ് എഴുതിയാൽ മതി. ആദ്യം ഞാൻ കോഡ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ ചെയ്യാം. അപ്പൊ സ്ട്രക്ചറൽ മോഡലിംഗിൽ കോഡ് എഴുതുമ്പോൾ നേരത്തെ കൂട്ട് മൊഡ്യൂൾ നെയിം ഓഫ് എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ആണല്ലോ. ഏതൊക്കെയാണ് ഇൻപുട്ട്, എയും ബിയും ഇൻപുട്ട്, ഡിഫറൻസും ബോറോയും ഔട്ട്പുട്ട്. ഞാൻ എ ബിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഡിഫറൻസിനെ DAF എന്ന് കാണിച്ചു, ബോറോനെ BOR എന്നും കൊടുത്തു. അത് നമുക്ക് യൂസർ ഡിഫൈൻഡ് ആണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് എനെ ഇൻപുട്ട്, എ ഇൻപുട്ടും ബി ഔട്ട്പുട്ടും എടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ബാക്കിയുള്ള ടെർമിനൽസിന് ഡിഫറൻസിനെ ബോറോന് ഔട്ട്പുട്ട് ഒന്നും എടുത്ത് കാണിച്ചു. ഓക്കെ, ഇനി ഈ ഫിഗറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇനി മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡേറ്റ ഫ്ലോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ടെർമിനൽ നമ്മൾ എന്തായിട്ട് എടുത്തു, ഇവിടെ ഇൻപുട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, എ ബാർ കിട്ടും അല്ലേ. അപ്പൊ ആ എ ബാറിനെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സി എന്ന് വേണമെങ്കിൽ എടുത്തു, വയർ സി എന്ന് കൊടുക്കാം. ഓക്കെ, അതിനെ നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്തു, വയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു.
അപ്പൊ ഇനി ഏതൊക്കെ കമ്പോണന്റ് ഉണ്ട്? XOR ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ബോറോയും XORും ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇനി നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര കമ്പോണന്റ് ഉണ്ട്? 3 കമ്പോണന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രക്ചറൽ മോഡലിംഗ് അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് എഴുതുമ്പോൾ നമുക്ക് 3 കമ്പോണന്റ്സ് കാണണം. അപ്പൊ ആദ്യത്തെ എന്താണ്? XOR. രണ്ടാമത്തെ എന്താണ്? നമുക്ക് ആൻഡ് വരണമെങ്കിൽ എന്ത് ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം? നോട്ട് ഡിഫൈൻ ചെയ്യണം അല്ലേ? XOR, നോട്ട്, ആൻഡ് അല്ലേ? ആ ഓർഡറിൽ തന്നെ പോകണം. അപ്പൊ XOR, നോട്ട്, ആൻഡ്. അപ്പൊ XOR എടുത്തു കഴിഞ്ഞാൽ ലേബിൾ കൊടുത്തു, x1 എന്ന ഒരു ലേബിൾ കൊടുത്തു, ഡിഫറൻസ് കോമ AB, ഔട്ട്പുട്ട് കോമ ഇൻപുട്സ് അല്ലേ? ഇനി നോട്ട് എടുക്കുമ്പോൾ N1, ഇതൊക്കെ റാൻഡം ആണ്. ലേബിൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. A ബാർ എന്താണ്? ഔട്ട്പുട്ട്, A എന്താണ്? ഇൻപുട്ട്. ഇനി ആൻഡ് ലോജിക് എടുത്തു കഴിഞ്ഞാൽ A1 ബോറോ ഔട്ട്പുട്ട്, A ബാർ ഒരു ഇൻപുട്ട്, B ഒരു ഇൻപുട്ട്. ശരിയല്ലേ? A ബാർ ഒരു ഇൻപുട്ട്, B ഒരു ഇൻപുട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇനി പ്രോഗ്രാമിംഗിലേക്ക് പോയാലോ? ചെയ്തു നോക്കാം. അപ്പൊ ഇതേതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഫുൾ സബ്ട്രാക്ട് അല്ലല്ല, ഹാഫ് സബ്ട്രാക്ടർ ആണ് അല്ലേ? അപ്പൊ പുതിയൊരു സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ ഹാഫ് സബ്ട്രാക്ടർ SUB_structural അത്രയും മതി, നമുക്ക് മനസ്സിലാവാൻ. ഞാൻ ഇനി ഓരോന്നും ഇത് പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. A ഒരു ഇൻപുട്ട്, B. ഞാൻ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടോ. A, B എന്താണ്? BORR. ഓക്കെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് ഇൻപുട്സ് ഡിഫൈൻ ചെയ്യാം. അതിൽ കൊടുത്തോളം തന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം ഒരു നിർബന്ധവും ഇല്ലേ. കോഡ് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുമിച്ച് കൊടുത്തോണ്ട് ഒരുമിച്ച് അത് വന്നു. ഡസന്റ് മാറ്റർ. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണം? ഫസ്റ്റ് A ബാർ ഡിഫൈൻ ചെയ്യണം. വയർ A ബാർ എന്ന് കൊടുത്തു. ഓക്കെ, സെമിക്കോളൻ. അടുത്ത ഏത് കമ്പോണന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്? XOR ആണ്. XOR x1 ഓഫ് ലേബിൾ ആണല്ലോ, അതിന്റെ XORന്റെ ഔട്ട്പുട്ട് എന്താണ്? നമ്മുടെ ഡിഫറൻസ് ആയിരിക്കുമല്ലോ. ഡിഫറൻസ് കോമ A കോമ B. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ മുകളിൽ XOR കിടപ്പുണ്ട്. അപ്പൊ അതിന് മനസ്സിലാവും എന്താണ്. ഞാൻ അനോട്ടേഷൻ എടുക്കട്ടെ. ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ XOR കിടപ്പുണ്ട്. XOR കിടക്കുന്നതുകൊണ്ട് അതിന് മനസ്സിലാവും എന്ത്? ഈ കൊടുത്തിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്ന, അതായത് ഈ ഒരു ലേബിളിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് കമാൻഡ് ആണ്? XOR ഓപ്പറേഷൻ ആണെന്നുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ നോട്ട് കൊടുത്തു. നോട്ടിനകത്ത് N1 ഓഫ് എന്താണ്? A ബാർ കോമ ഇൻപുട്ട് എന്തായിരുന്നു? A അല്ലേ? ഇനി അടുത്ത് എന്താണ്? ആൻഡ്. ഏതൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ഇപ്പൊ മനപ്പാടമാണേ, ആ രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത്. A1 ഓഫ് എന്താണ്? ഔട്ട്പുട്ട് എന്താണ്? ബോറോ, BORR അല്ലേ കൊടുത്തേ? എയും അല്ല, ഒരു ഇൻപുട്ട് A ബാർ ആണ് അല്ലേ? A അല്ല, A ബാറും Bയും അല്ലയോ? ഉറപ്പാണോ? നോക്കി ഫിഗർ. ബോറോയ്ക്ക് ഒരു ഇൻപുട്ട് A ബാറും ഒരു ഇൻപുട്ട് B. ശരിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ISCയിലേക്ക് പോവാം. ISCയിൽ എടുക്കുമ്പം ഇത് സേവ് ചെയ്യുക. ഏതാണ്? ഹാഫ് സബ്ട്രാക്ടർ അല്ലേ? ഇതാണ് പ്രോഗ്രാം. അതിനകത്ത് ഇംപ്ലിമെന്റേഷൻ എടുക്കുക. ഹാഫ് സബ് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സേവ് ചെയ്യുക, സിന്റാക്സ് ചെക്ക് ചെയ്യുക. എറർ ഉണ്ടെങ്കിൽ കാണിക്കുക. എറർ ഉണ്ട്, ഞാൻ ഒന്നിലും സെമിക്കോളൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എറർ വരും. വെയിറ്റ് ചെയ്യുക. കണ്ട, ഫീൽഡ് കാണിച്ചു. അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് എറർ വന്നിരിക്കുന്നത്. ഇനി നോക്കാം നമുക്ക്. ഈ എറർ വരത്തില്ലായിരിക്കും. സക്സീഡഡ് എന്ന് കാണിച്ചു. അപ്പൊ ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബിഹേവിയറൽ സിമുലേഷൻ എടുക്കുക. അതിനകത്ത് ഇത് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് നോക്കുക. ആണെങ്കിൽ ജസ്റ്റ് സിമുലേറ്റ് ചെയ്യുക. വേറെ മോഡൽ സിം ഒന്നും ഇവിടെ ഓപ്പൺ അല്ലല്ലോ. ഓപ്പൺ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓണായി വരട്ടെ. അത് ഓണായി വരാൻ ലേശം സമയം എടുക്കും. ജസ്റ്റ് ഒന്ന് ഓണായി വരട്ടെ. ഓണായി തോന്നുന്നു. നോക്കാം, ഇൻപുട്സും കൂടെ ഒന്ന് വരട്ടെ.
ഓക്കെ, എ ബാർ സോറി എ ബി ഡിഫറൻസ് ബോറോ എ ബാർ, ഇവിടെയും കൂടെ അതൊന്ന് വന്നിട്ട് നമുക്ക് ചെയ്യാം. വന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 4 കണ്ടീഷൻ ചെക്ക് ചെയ്യാലോ. ഫോഴ്സ് ചെയ്ത് ആദ്യത്തെ കണ്ടീഷൻ ഏതാണ്? 0. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ 0 കൊടുക്കുവാണ്. 0 0 കണ്ടീഷൻ. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യാം. 0 0 കണ്ടീഷനിൽ എന്ത് കിട്ടി നമുക്ക്? രണ്ടും 0 കിട്ടി അല്ലേ? ഇനി 0 1 കണ്ടീഷൻ. 0 1 കണ്ടീഷൻ റൺ ചെയ്യാം. 1 1 കിട്ടത്തില്ലേ? 0 1 കണ്ടീഷനിൽ ഡിഫറൻസ് 1 ബോറോ 1, ശരിയല്ലേ? നമ്മൾ ട്രൂത്ത് ടേബിൾ ഓൾറെഡി ഫോം ചെയ്തതാണ്. ഇനി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് 0 1 1 1 കിട്ടി. അടുത്ത ഏതാണ്? 1 1 കണ്ടീഷൻ. 1 മൈനസ് 1 എന്താണ്? ഓൾറെഡി ഇതിനകത്ത് 1 ഉണ്ട്. 1 മൈനസ് 1 എന്താണ്? 0. രണ്ട് 0 ആവും അല്ലേ? ഡിഫറൻസ് ബോറോയും 0 ആവും. 1 1 കണ്ടീഷനിൽ 0 0, ശരിയല്ലേ? ഈ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഏതാണ്? എ ബാർ ആണ്. ഇവിടെ കിടപ്പുണ്ട് എ ബാർ. ഇത് കേട്ടോ, എ ബാർ എന്താണ്? എയിൽ എന്ത് കൊടുക്കുന്നു അതിന് ജസ്റ്റ് ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടും. ഇനി 1 0 കണ്ടീഷൻ. 1 0 എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 0 അല്ലേ? സമ്മ് 1ഉം അല്ല ഡിഫറൻസ് 1ഉം ക്യാരി 0 ആയിരിക്കും അല്ലെ? ക്യാരി അല്ല, ബോറോ 0 ആയിരിക്കും. ഡിഫറൻസ് 1ഉം ബോറോ 0. അപ്പൊ നമുക്ക് ഹാഫ് സബ്ട്രാക്ട് നമ്മൾ ചെയ്തല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത പ്രോഗ്രാം നോക്കിയാലോ. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഫുൾ ആഡർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുൾ ആഡർ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മോഡ്യൂൾസ് എല്ലാം ഡിഫൈൻ ചെയ്യണം. എടുത്ത് പറയണില്ല. എ ബി സി ഇൻപുട്ട്, ഔട്ട്പുട്ട് ഏതാണ്? സമ്മും ക്യാരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മോഡ്യൂൾസ് എ ബി സിയും സമ്മും ക്യാരിയും ഡിഫൈൻ ചെയ്തു. ഇനി നമുക്കറിയാം, ഇനി നമ്മൾ ഇതിനകത്ത് കുറെ വയേഴ്സ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെ വയേഴ്സ് നോക്കാം. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ കമ്പോണൻസ് വേണം? ഇവിടെ ഒരു എക്സോർ ഉണ്ട്, ഇവിടെ ഒരു എഗെയിൻ എക്സോർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഇവിടെ ആൻഡ് ഉണ്ട്, ഇവിടെ എഗെയിൻ ആൻഡ് ഉണ്ട്, ഇവിടെ എന്താണ്? നമുക്ക് ഓറോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? എത്ര ആൻഡ് ഉണ്ട്? 1 2 ആൻഡ് ഉണ്ട് അല്ലേ? 2 ആൻഡ് ഉണ്ട്, ഒരു ഓർ ഉണ്ട്. നോക്കിയേ, 2 ആൻഡ്, ഒരു ഓർ, 2 എക്സോർ, ശരിയല്ലേ? ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മള് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? നമ്മള് ഫുൾ ആഡറിന്റെ കേസ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഫുൾ ആഡറിന്റെ കേസിൽ ഞാൻ പ്രോഗ്രാമിന്റെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാണ്, പ്രോഗ്രാം വന്നിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഫിഗറും കൂടി എടുത്തു വെക്കാം. ഇതാണ് ഫുൾ ആഡറിന്റെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫിഗർ ഏതാണ്? ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡറിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഫിഗറിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം വേരി ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ ആണ്. അപ്പൊ ഇത് കൂടാതെ ഒരു 3 ഇൻപുട്ട് എക്സോർ ഗേറ്റ് വെച്ചിട്ടുള്ള ഫിഗറും ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം വേരി ചെയ്ത് വരും. ഓക്കെ, അപ്പോ ഇത് എങ്ങനെയാ നിങ്ങൾക്ക് വന്നതെന്ന് നോക്കിയേ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 സെക്കൻഡ്. ഓക്കെ, ഫുൾ പ്രോഗ്രാം കാണാലോ. അപ്പൊ ഇവിടെ ഞാൻ ഇത് പി, ഈ ജോയിന്റ് അനോട്ടേഷൻ എടുക്കട്ടെ. അപ്പൊ ഈ ജോയിന്റ് പി, ഈ കണക്ഷൻ ക്യൂ, ഈ കണക്ഷൻ ആർ. അപ്പൊ നിങ്ങൾ ഒരു പേപ്പറിലാണ്, ഒരു ബുക്കിൽ വരയ്ക്കുന്ന സമയത്ത് പി ക്യൂ ആർ, ഈ 3 എണ്ണം ഞാൻ എന്തായിട്ട് എടുത്തു? വയർ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി എക്സോർ എടുത്തു. ഫസ്റ്റ് എക്സോർ എടുക്കുമ്പോഴത്തേക്കും ആദ്യത്തേന് ഞാൻ x1 എന്ന് ലേബൽ ചെയ്യും. അപ്പൊ പി ഔട്ട്പുട്ട് അല്ലേ? പി കോമ എ ബി, ശരിയല്ലേ? പി കോമ എ ബി. പിന്നെ ഞാൻ സെമി കോളൻ ഇടത്തില്ല, പകരം എന്ത് ഇടും? കോമ ഇടും. ഒന്നിൽ കൂടുതൽ ലോജിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ പോർട്ട് മാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പോർട്ട് മാപ്പ് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തേ ഇടുള്ളൂ? ഇടയ്ക്കുള്ളത് കോമ, എൻഡിങ് സമയത്ത് സെമി കോളൻ. അപ്പൊ ഇനി രണ്ടാമത്തെ എന്തുണ്ട്? രണ്ടാമത്തെ എക്സ് ലേബിൾ x2, ഔട്ട്പുട്ട് സമ്മ്, ഇൻപുട്ട് എന്താണ്? ഒരു ഇൻപുട്ട് പിയും രണ്ടാമത്തെ എന്താണ്? സി. ഇവിടെ സി നമ്മള് ഇപ്പൊ സി ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ സി. ഞാൻ പ്രോഗ്രാമിൽ സി എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ കോപ്പി ചെയ്തപ്പോ സി എന്നായി പോയത്. ഇനി അടുത്ത ഏതാണ്? ആൻഡ് എടുത്തല്ലോ. ഈ ആൻഡിന്റെ ഔട്ട്പുട്ട് എന്താണ്? ആർ പി
ക്യൂ അല്ലേ എടുത്തേക്കുന്നത്. ഈ ആൻഡിന്റെ ഔട്ട്പുട്ട് ക്യൂ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? A1 Q, A, B. ശരിയല്ലേ? ഇനി അടുത്ത ആൻഡ് എന്ത് ചെയ്യും? ഇതല്ലേ A2 ഔട്ട്പുട്ട് എന്താണ്? R ആയിട്ട് എടുത്തേക്ക്. R, P, ഇല്ലേ? ഒരു ഇൻപുട്ട് പിയും ഒരു ഇൻപുട്ട് എന്താണ്? സിയും ആണ് അല്ലെ? ഈ ഫിഗറിൽ സിന്ന് പകരം ഞാൻ സി എടുത്തേക്കുന്നുണ്ട്. സി. അടുത്ത എന്താണ്? ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാരി ആണ് അല്ലെ? സോ ക്യാരിക്ക് ഈ ഓർ ലോജിക് ആണ്. അപ്പൊ ഞാൻ ഓർ ലോജിക് കൊടുത്തു O1. ഇവിടെ ക്യാരിക്ക് ഞാൻ ക്യാരിന്ന് തന്നെയാണ് മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തെടുക്കണം? CARRY. ക്യാരി ഒരു ഇൻപുട്ട് എന്താണ്? R. അടുത്ത ഏതാണ്? ഇത് Q. ശരിയല്ലേ? സോ ഇതാണ് എന്ത്? നമ്മുടെ വെരിലോഗ് സ്ട്രക്ചറൽ മോഡലിംഗിലുള്ള ഫുൾ ആഡറിന്റെ 2 ഹാഫ് ആഡർ വെച്ചിട്ടുള്ള സർക്യൂട്ട് ആണ്. അതിന്റെ പ്രോഗ്രാം ഇതാണ്. ഓക്കെ, അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ടേ? ഞാൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത്, കാരണം ഇത് ടൈം കൺസ്യൂമിങ് ആയത് കാരണം വീഡിയോയിൽ ആ ഒരു ഡിലേ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് എന്ത്? ഫുൾ ആഡറിന്റെ സർക്യൂട്ട്. അത് നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാൻ വയർ ഇവിടെ ഞാൻ സമ്മ് സി ഔട്ട് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ സി നിന്നും കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഡിഫൈൻ ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ലേബിൾ ചെയ്ത് വെച്ചു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രോഗ്രാം. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ കണ്ടീഷൻ ABC 0 0 1 അല്ലേ? അപ്പൊ ഹാഫ് ആർഡറിൽ എന്ത് കിട്ടും? സമ്മ് 1ഉം ക്യാരി 0യും അല്ലേ? ക്യാരി ഔട്ട് 0. അടുത്ത് 0 0 0. അപ്പൊ എനിക്ക് സമ്മും ക്യാരിയും എന്ത് കിട്ടും? 0 കിട്ടും. 0 1 0. അപ്പൊ സമ്മ് 1 ക്യാരി 0. 1 1 0. അപ്പൊ എന്താണ്? സമ്മ് 1 1. രണ്ട് 1 ഇല്ലേ? അപ്പൊ സമ്മ് 0യും ക്യാരി 1ഉം. അടുത്ത 1 1 1. അപ്പൊ എന്ത് കിട്ടും? 1 + 1 സമ്മ് 0 വിത്ത് ക്യാരി 1. അഗൈൻ +1 എന്ത് കിട്ടും? സമ്മും ക്യാരി 1. സോ നമുക്ക് സമ്മ് ഇവിടെ 1 കിട്ടി, ക്യാരി ഇവിടെ 1 കിട്ടി. ബാക്കി കാണുന്നതൊക്കെ PQR നമ്മൾ എടുത്തിരിക്കുന്ന വയേഴ്സിന്റെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കോഡ് ചെയ്യുന്നത്. ക്ലിയർ?